ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, 1981 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെ വെടിവയ്പുണ്ടായ അതേ ഹോട്ടലിൽ വെച്ചാണ് ട്രംപിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. ട്രംപ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നില്ല. കാരണം ട്രംപും മാധ്യമങ്ങളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ തന്നെയായിരുന്നു അതിനുള്ള കാരണം. ആദ്യമായി ട്രംപ് പങ്കെടുക്കുമ്പോഴാണ് ഇത്തരമൊരു ആക്രമണം അവിടെ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിൽ ഉയരുന്ന ഒരു ചോദ്യം, ഇത്രയധികം പേർ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ഒരു ചടങ്ങിലേക്ക് ആയുധങ്ങളുമായി അക്രമി എങ്ങനെ എത്തിപ്പെട്ടു? അവിടെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്നതാണ്. അത് വലിയ സംശയങ്ങൾ ജനിപ്പിക്കുകയാണ്. തുടർച്ചയായി ട്രംപിന് നേരെ എന്തുകൊണ്ട് വധശ്രമങ്ങൾ ഉണ്ടാകുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്നാം തവണ 21 മാസത്തിനിടെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സുരക്ഷാ വീഴ്ചയല്ലേ എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകില്ലേ? ശ്രീ രഘുനാഥ് നായർ, സുരക്ഷാ വീഴ്ച എന്ന ചോദ്യം ഏറ്റവും ബലപ്പെടുന്നതല്ലേ ഈ സാഹചര്യം എന്നതാണ്. എങ്ങനെ അക്രമി അവിടെ ആയുധങ്ങളുമായി എത്തി എന്നത്. ഓക്കെ, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് കൂടെ തന്നെ അതേ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു മേഖലയിൽ, അതും വൈറ്റ് ഹൗസിൽ ഈ വമ്പന്മാരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അക്രമി കയറിയെന്നുണ്ടെങ്കിൽ അതൊരു, കാരണം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ അതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പിന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ രേണുക പറഞ്ഞ പോലെ തന്നെ ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ചെവിയിൽ വെടികൊണ്ടു, ചോര പൊടിഞ്ഞു. ആ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് അതിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന് ഒരുപാട് മൈലേജ് കിട്ടി. ഇയാളെ ആക്രമിക്കുമ്പോൾ ആ ഒരു സിമ്പത്തറ്റിക് വേവിലേക്ക് ഇദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 3-4 മാസം കഴിഞ്ഞ് ഗോൾഫ് കോഴ്സിൽ വെച്ചിട്ട് ഒരാൾ ഉള്ളിയെ വെടിവെക്കാനായിട്ട് ശ്രമിച്ചു. അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും ട്രംപിന്റെ അഗെയിൻ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ സിമ്പതിയാണ് കൂടുതൽ വർദ്ധിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ പോപ്പുലാരിറ്റി അവിടെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഈ യുദ്ധം കഴിഞ്ഞിട്ടും ട്രംപിന്റെ ഓരോ നടപടികളും ഓരോ സ്റ്റേറ്റ്മെന്റും അതിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതിനെ അമേരിക്കയെ സമ്പൂർണ്ണമായിട്ടും അപലപിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ റാം ഇമ്മാനുവൽ 2028 ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിരിക്കും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. അദ്ദേഹം ട്രംപിനെ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാക്കിയതിനെ കുറിച്ച്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നവംബറിലെ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ അതിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് പുറത്താക്കപ്പെടും. ഇപ്പോൾ എന്ത് വില കൊടുത്തും ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. എന്ത് വൃത്തികെട്ട പണി കാണിച്ചാലും, എന്ത് നീചവൃത്തി കാണിച്ചാലും ഈ അധികാരത്തിൽ കടിച്ചു തൂക്കാൻ വേണ്ടി ട്രംപ് കാണിക്കും എന്നുള്ളത് സ്പഷ്ടമായതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമല്ല എന്ന് സംശയിച്ചാൽ ഒരു കാരണവശാലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈച്ച പോലും അവിടുത്തെ സെക്യൂരിറ്റി അറിയാതെ വൈറ്റ് ഹൗസിനുള്ളിലേക്ക് കടന്നു കയറാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ട്രംപിൻ്റെ മേളിൽ ഇറാൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭീഷണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ സെക്യൂരിറ്റി കൂടുതൽ ടൈറ്റ് ആവുമല്ലോ ചെയ്യാം. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആയുധധാരിക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷനിൽ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കണം, ഇത് ഒരു എന്താ പറയുക സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. ഇത് പ്ലാൻഡ് ആണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ആഷിക്ക് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷിക്ക്, ഇതിപ്പോൾ ഈ കാലിഫോർണിയയിൽ നിന്നുള്ള കോൾ തോമസ് അലൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാൾക്ക് ഏതെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതായിട്ട് റിപ്പോർട്ടുകളില്ല. അതേസമയം കമല ഹാരിസിന്റെ ക്യാമ്പയിൻ ഇയാൾ പണം നൽകിയിട്ടുണ്ട് എന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. മാധ്യമങ്ങൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആക്രമണത്തെ ഇറാൻ യുദ്ധവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന സംശയങ്ങൾ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ട്രംപ് അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തുടർന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആക്രമണങ്ങൾക്ക് കഴിയില്ല എന്നുകൂടി അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ബാക്കിയാണോ ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം? ഒന്നുകിൽ ട്രംപിന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ ഭാഗഭാക്കായിട്ടുള്ളവർക്ക് വേണ്ടി നടത്തപ്പെട്ട ആക്രമണം. അങ്ങനെയുള്ള സംശയങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനുമായിട്ടുള്ള US-ന്റെ യുദ്ധം ഒരു വലിയ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
നിലവിൽ അത് US-ഉം ഇറാനും ഇസ്രായേലും മാത്രം പ്രാഥമികമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു യുദ്ധമാണെങ്കിൽ ഇൻഡയറക്ട്ലി അത് ചൈനയുമായിട്ട് റഷ്യയുമായിട്ടൊക്കെയുള്ള ഒരു നേർ യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ. അതിന്റെ വേഗത നാൾ കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ ഒരു പോയിന്റിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. US-ലെ 10-ലധികം വരുന്ന സയന്റിസ്റ്റുകൾ ഈസ് ഫൗണ്ട് മിസ്സിങ്. അവരെ കാണാനില്ല. അവര് എയറോസ്പേസ്, ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, റിനൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, എയറോസ്പേസ് സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇവരൊന്നും 10-ലധികം വരുന്ന നമ്പറുകൾ കാണാനില്ല, അത് പരിശോധിച്ച് വരികയാണ് എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം മീഡിയക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.